ഇന്ന് നമ്മളൊരു ഇംപെക്സിൻ്റെ ടി വി ചുമരിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ടുള്ള ബ്രാക്കറ്റ് കാര്യങ്ങളെല്ലാം ടി വിയുടെ ബോക്സിൽ തന്നെ ഉണ്ടാവും. അതിലാകപ്പാടെ വരുന്നത് ഒരു ഫിഷർ, 2 ഫിഷറും 2 സ്ക്രൂവും 2 ബട്ടൺ പോലെയുള്ള വെള്ള ബട്ടൺ പോലെയുള്ള സാധനവും, പിന്നെ ഒരു ബുഷും 2 ബുഷും, പിന്നെ ചെറിയ 2 സ്ക്രൂവുമാണ് വരുന്നത്. നമ്മുടെ ഈ കാണുന്ന ചെറിയ 2 സ്ക്രൂവാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു സാധനം പോലും കളയരുത്. ഇതൊരിക്കലും മിസ്സായി പോകത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരും. നമ്മൾ അളവ് വെച്ചിട്ട് ഡ്രില്ല് ചെയ്യാണ്, ലെവൽ ചെയ്ത് ഡ്രില്ല് ചെയ്യുകയാണ്. അതിനൊരു പേപ്പർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഈ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് എവിടെയാണോ ഈ 2 സ്ക്രൂ വരേണ്ടത്, ടോപ്പിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള അതിൽ എവിടെയാണോ സ്ക്രൂ വരുന്നത് അതേ അളവ് തന്നെ ആയിരിക്കണം ലെവൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഡ്രില്ല് ചെയ്യേണ്ടത്. 8mm ഫിഷറാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് 8mm ബിറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. സ്ക്രൂ ഇതുപോലെ തന്നെ ഇട്ട് നമ്മൾ നേരെ ചുമരിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമുക്ക് തൂക്കിയിടേണ്ടത്. ഇതിനകത്തേക്കാണ് നമുക്ക് ഈ ബുഷ് വന്ന് വീഴേണ്ടത്. ഇതുപോലെ. അപ്പോൾ നമ്മൾ നേരെ ചുമരിൽ ഇത് ഫിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. താഴെ വരുന്ന 2 ബുഷുകൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഡബിൾ സൈഡ് ടേപ്പ് വരുന്നതാണ്. നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അത് ചുമരിൽ ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള ബുഷാണത്. മുകളിലുള്ള 2 മാത്രമായിരിക്കും സ്ക്രൂ വന്ന് വീഴുന്നത്. ആ ബുഷോടുകൂടി സ്ക്രൂ വന്ന് വീഴുന്നത്. നമ്മൾ ഫിഷർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രിൽ ചെയ്തതിൽ. എന്നിട്ട് ഈ കാണുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് നമ്മൾ ആ ഒരു ബുഷ് നമ്മൾ ഫിറ്റ് ചെയ്യണം. സ്ക്രൂ ചെയ്ത് കൊടുക്കുക. സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വരുന്നത്. സ്ക്രൂ ചെയ്ത് 2 ബുഷും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ചുമരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 ഹോളുകളിലാണ് ആ ബുഷ് ഇറക്കി വെക്കേണ്ടത്, ചുമരിൽ ഇറക്കി വെക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് 32 ഇഞ്ച് വാൾ മൗണ്ട് ചെയ്യാൻ പറ്റും.